നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2026 ഏപ്രിൽ മാസം ആകാശമണ്ഡലത്തിൽ വളരെ അപൂർവമായ ഒരു ദൃശ്യവിരുന്ന് ഒരുങ്ങുന്നുണ്ട്. അതായത് പല വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാറുള്ള അതിശക്തമായ ഒരു ഗ്രഹസംഗമമാണ് അന്നേ ദിവസം സംഭവിക്കുന്നത്. ചൊവ്വ, ശനി, ബുധൻ ഇങ്ങനെ പ്രബലരായ 3 ശക്തഗ്രഹങ്ങൾ ഒരേ രാശിയായ മീനത്തിൽ ഒന്നിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ ഒരു സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതിനെയാണ് ഇവിടെ ത്രിഗ്രഹ യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യോഗം രൂപം കൊള്ളുന്നത് ഏപ്രിൽ 11-നാണ്. എന്നാൽ അതിൻ്റെ പ്രഭാവം തുടങ്ങുന്നത് ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്യും. ചൊവ്വ ഏപ്രിൽ 2-ന് മീനത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. തുടർന്നൊരു ഏപ്രിൽ 11-ഓടുകൂടി ബുധനും അവിടേക്ക് വന്നു ചേരും. ശനിയാണെങ്കിലോ ഇതിനോടകം തന്നെ അവിടെ നിലകൊള്ളുകയുമാണ്. അപ്പോൾ ഈ ഒരു 3 ഗ്രഹങ്ങളുടെ സംഗമം ജീവിതത്തിലെ പല മേഖലകളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കഴിവുള്ളതാണ്. അപ്പോൾ ചൊവ്വയുടെ ശക്തിയും ധൈര്യവും, അതേപോലെ ശനിയുടെ അച്ചടക്കവും കർമ്മഫലവും, ബുധൻ്റെ ബുദ്ധിയും ആശയവിനിമയ ശേഷിയും, അങ്ങനെ ഈ 3 കാര്യങ്ങൾ കൂടി ഒരുമിക്കുമ്പോൾ ചിലർക്കിത് രാജയോഗ തുല്യമായ നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. എന്നാൽ എല്ലാ രാശിക്കാർക്കും ഒരേപോലെയുള്ള ഫലങ്ങൾ ഉണ്ടാവുകയില്ല എന്നത് ആദ്യം മനസ്സിലാക്കുക. ചില രാശികൾക്ക് ഇത് വലിയ ഉയർച്ചയുടെ തുടക്കമാവും. എന്നാൽ ചിലർക്ക് അല്പം ജാഗ്രത കൂടി ആവശ്യമായി വരുന്ന സമയം. ഇപ്പോൾ നമുക്ക് നോക്കാം, ഈ ത്രിഗ്രഹ യോഗം ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന്. അതിൽ ആദ്യത്തെ രാശി മിഥുനം രാശിയാണ്. അപ്പോൾ മിഥുനം രാശിക്കാർക്ക് ഈ യോഗം 10-ാം ഭാവത്തിലായിരിക്കും സംഭവിക്കുന്നത്. അതായത് തൊഴിൽ മേഖല, കരിയർ, സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന സ്ഥാനമാണ് ഈ 10-ാം ഭാവം. അപ്പോൾ ഈ സമയത്ത് ജോലിയിൽ വലിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാത്തിരുന്നതായ ഒരു പ്രമോഷൻ്റെ സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിലവിലെ ജോലി മാറ്റിയിട്ട് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവസരം വന്നു ചേരും. അതും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം മികച്ച ശമ്പളത്തോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള പല കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലോ ഇത് സുവർണ്ണ കാലം എന്ന് വേണമെങ്കിൽ പറയാം. സുവർണാവസരം, സുവർണമായ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നതായ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. ചില ഡീലുകളൊക്കെ മുടങ്ങിക്കിടന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കും. പുതിയ ക്ലയൻറ്റുകളൊക്കെ വരികയും വരുമാനമൊക്കെ ഇരട്ടിയാകുന്ന ഒരു സമയം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ആളുകളാണെങ്കിലും ഇനി ആശ്വാസം ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും നിങ്ങൾക്ക്. ഇനി രണ്ടാമത് കർക്കിടകം രാശിയാണ് വരുന്നത്. ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് നിങ്ങൾക്കും ഇവിടെ ത്രിഗ്രഹ യോഗം സംഭവിക്കുന്നത്. അതായത് ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നു എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെ. ഇപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകുമല്ലോ. വിസ, ജോലിയുമായി ബന്ധപ്പെട്ട് പഠനം, ഏതായാലും വിദേശത്ത് പോകുന്നതിന് അനുകൂല വാർത്തകളൊക്കെ വരും. കുടുംബത്തിൽ വലിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം. പ്രത്യേകിച്ച് പറയുമ്പോൾ പിതാവിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഗുരുവായ വ്യക്തികളിൽ, നിങ്ങളെ പഠിത്തത്തിനൊക്കെ സഹായിച്ച ഗുരുവായ വ്യക്തികളിൽ നിന്നോ സഹായങ്ങളൊക്കെ ലഭിക്കാനും ആത്മീയമായും ഒരു നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സമയമാണ്. ആത്മീയമായ ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരും. ദൈവാനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു ഘട്ടമാണ്. ഇനി അടുത്ത രാശി വരുന്നത് വൃശ്ചികം രാശിയാണ്. അപ്പോൾ വൃശ്ചികം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 5-ാം ഭാവത്തിലാണ് ഈ ത്രിഗ്രഹ യോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സന്താനം, വിദ്യാഭ്യാസം, ബുദ്ധി, സന്താന സൗഖ്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകളൊക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ ഇപ്പോൾ വലയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റവും 11-ാം തീയതി മുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് മികച്ച സമയമാണ്. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയമുണ്ടാകും. മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ സാധിക്കുന്നതാണ്. സൃഷ്ടിപരമായ, അതായത് പുതിയ ഓരോ കഴിവുകളൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, അതിനൊന്നുകൂടി പരിപോഷിപ്പിക്കാനായി നിങ്ങൾക്ക് സാധിക്കുക. അവരുടെ കഴിവുകളൊക്കെ ലോകത്തിന് മുന്നിൽ നിങ്ങൾക്ക് തെളിയിക്കാനായി മാതാപിതാക്കൾക്കായാലും നിങ്ങളെ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ കഴിവുകൾ 4 ആളെ അറിയിക്കാൻ തക്ക അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഇനി ധനുരാശിയാണ് അടുത്തത്. 4-ാം ഭാവത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ യോഗം രൂപം കൊള്ളുന്നത്. അതായത് വീട്, വാഹനം, കുടുംബസുഖം.
അപ്പോൾ പുതിയൊരു വീട് വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സഫലമാകും. ഇനി വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള യോഗം തെളിയും. ഈ കുടുംബ സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് സന്തോഷ വർധനവ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യത്തിലൊക്കെ പുരോഗതി വരുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ത്രിഗ്രഹി യോഗം പലർക്കും വലിയ നേട്ടങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഒരു കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചൊവ്വയും ശനിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ സംഘർഷകരമായ അല്ലെങ്കിൽ അല്പം ദേഷ്യഭാവത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യതകൾ വഴികളൊക്കെ തെളിയുന്നതാണ്. അതുകൊണ്ട് സംസാരത്തിൽ ഒന്ന് നിയന്ത്രണം പാലിക്കാനും ആക്രോശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള എടുത്തുചാട്ടമൊക്കെ ഒന്ന് കുറയ്ക്കാനും ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ചില ലളിതമായ പരിഹാരങ്ങൾ നോക്കുകയാണെങ്കിൽ ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയോ ഭജിക്കുന്നത് ഉത്തമമായിരിക്കും. കൂടാതെ ചൊവ്വാഴ്ചകളിൽ അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിച്ച് ഒരു അർച്ചന നിങ്ങളുടെ പേരുന്നാളും പറഞ്ഞ് നടത്തുന്നത് ഉചിതമാണ്. ഇനി ബുധനാഴ്ച ദിവസങ്ങളിൽ അടുത്ത വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോകാവുന്നതാണ്. അതല്ല പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് എന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ത്രിഗ്രഹ യോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു അവസരമായിട്ട് കാണുക. ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയരത്തിലെത്താനായി സാധിക്കും. അപ്പോൾ ഓരോ ഗ്രഹമാറ്റങ്ങൾ വരുമ്പോഴും നമ്മളെ നെഗറ്റീവാക്കി മാറ്റാനായി ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ മനസ്സിലാക്കിയിരുന്നാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് ഈ പൂർണ്ണ ഫലങ്ങളെ പോസിറ്റീവായി നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 11-ാം തീയതി വരുന്ന മാറ്റം ഇപ്പോഴേ പറയുന്നത്. കൂടാതെ ഈ പരിഹാരങ്ങൾ ചെയ്യുക, ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമായിരിക്കും ഈ 4 രാശിക്കാരായ ആളുകൾക്ക് വന്നു ചേരാൻ പോകുന്നത്.